ബിരിയാണിയാണ്. ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഇറങ്ങിയത്. ചേച്ചിയുടെ മോളെ വളർത്തുന്നത് ചേച്ചിയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മരിച്ചു പോയതാണോ? ഇത് കുഞ്ഞിന് കൊണ്ട് കൊടുക്ക്. ഇതിനകത്തും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അകത്ത്. എന്റെ സ്ഥലം കർണാടകയാണ്. ഹസ്ബൻഡ് മലയാളിയാണ്. 7 വർഷമായി. മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കും അല്ലേ? അതെ. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് മുട്ടത്തേക്ക് പോകുമ്പം നമ്മുടെ ആലുംമൂട്ടിൽ മേടയൊക്കെ ഇല്ലേ, അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ 2 ചേച്ചിമാരെ കണ്ടു. ബിരിയാണിയാണ്. എത്ര ദിവസമായി ഇതിന്റെ പരിപാടി തുടങ്ങിയിട്ട്? 5 ദിവസമായി. 5 ദിവസമായി തുടങ്ങിയിട്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് രണ്ടുപേരും കൂടെ എത്തുന്നത്? നമ്മൾ ഒരു ഹോട്ടലിലായിരുന്നു. ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഇറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു രണ്ടുപേരും ഒരുമിച്ച്? എവിടെ വർക്ക് ചെയ്തേ? സ്വീറ്റ്സ്. ഓക്കെ. നിർത്തിയോ സ്ഥാപനം? ഇല്ല, ഓപ്പൺ ആണ്. അപ്പൊ ഇങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ അവിടെ വർക്ക് ചെയ്യുമ്പോൾ? അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. രണ്ടുപേരും പേര് ഞാൻ ചോദിച്ചില്ല, പേരെന്ന് പറഞ്ഞോ? ചേച്ചിയുടെ പേര് സ്നേഹ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഹോട്ടലിൽ വെച്ചിട്ടുള്ള പരിചയമാണോ? അടുത്ത വീട്. എന്റെ സ്ഥലം കർണാടകയാണ്. ഹസ്ബൻഡ് മലയാളിയാണ്. ചേച്ചി കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? ഇപ്പൊ 7 വർഷമായി. 7 വർഷമായി. മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കും അല്ലേ? അതെ. അപ്പൊ രണ്ടുപേരും കൂടെ തുടങ്ങിയ ഒരു കച്ചവടമാണല്ലേ? ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. എത്ര മണിയാകുമ്പോൾ ഇവിടെ കൊണ്ടുവരും? കൊണ്ടുവരും അല്ലേ? ആൾക്കാരൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, ഉഷാറാണ്, നല്ലോണം പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് മുട്ടമല്ല, ഞാൻ മാവേലിക്കര റൂട്ടിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് ഇവരെ കാണാനിടയായത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഒരു കുഞ്ഞു കച്ചവടമാണ് കേട്ടോ. ചേച്ചി കർണാടകക്കാരിയാണ്. കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ 7 വർഷമായി അല്ലേ? 7 വർഷമായി. അപ്പൊ ഇവര് ഹോട്ടലിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം മക്കളെയൊക്കെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം അവർ സ്വന്തമായിട്ട് രണ്ടുപേരും കൂടെ ഒരു സംരംഭം തുടങ്ങാന്ന് കരുതി അല്ലേ? രണ്ടുപേരും അടുത്തടുത്താണ് താമസിക്കുന്നത്, അപ്പുറം ഇപ്പുറമാണ് താമസിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ച് സഹായിക്കുക. പിള്ളേർക്ക് ബുക്കും ബാഗും ഒക്കെ വാങ്ങിച്ചായിരുന്നോ? ചേച്ചിയുടെ മോളെ വളർത്തുന്നത് ചേച്ചിയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മരിച്ചു പോയതാണോ? ശരി. വാട്ടർ ബോട്ടിലുണ്ട്, ബുക്കുണ്ട്, അപ്പോൾ കാര്യമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിട്ട് പോവാണേ. ഹാപ്പി അല്ലേ? പിടിച്ചോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് ഇവരെ രണ്ടുപേരെ കണ്ടത്. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ചേച്ചിയുടെ മൂത്ത ചേച്ചി മരണപ്പെട്ടതാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരാളല്ലേ? മോനും ഉണ്ടല്ലേ? അപ്പോൾ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ മോനത്തല്ല പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ മോനും കൂടെ ഒരു ബാഗ് നമുക്ക് കൊടുക്കാം അല്ലേ? റൈറ്റ്. വണ്ടിക്കകത്ത് നിറച്ച് സാധനങ്ങളാണ് കേട്ടോ. അർഹതപ്പെട്ടവർക്ക് തന്നെ നമ്മൾ കൊടുക്കും, അതിനകത്തൊരു സംശയം വേണ്ട. അപ്പോൾ ഇത് കുഞ്ഞിന് കൊണ്ട് കൊടുക്കുക. ഇതിനകത്തും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അകത്ത്. അപ്പോൾ ചേച്ചിമാർക്ക് ഒരു ആഗ്രഹം, ഒരു സെൽഫി എടുക്കണമെന്ന്. പിന്നെന്താ? അപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്തോ. നാട്ടുകാരെല്ലാവരും വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്. സ്ഥലം മറന്നുകൊണ്ടാണ്. ഇത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങര കഴിഞ്ഞിട്ട് നമ്മൾ ആലുംമൂട്ടിൽ മേടയില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ് പറയുന്നത്. അച്ചാറ് സലാഡും ഒക്കെ ഉണ്ടോ? അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം 5 ദിവസമേ ഉള്ളൂ. 5 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക.